എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് എത്തിപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലുള്ള പുളിക്കക്കടവ് എന്ന സ്ഥലത്ത് വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമായ BM കായലിലേക്ക് കേട്ടോ. ഇപ്പോൾ BM കായൽ പറയുമ്പോൾ അവിടെ നമുക്ക് വേണ്ടി സന്ദർശകർക്ക് വേണ്ടി ഒരു വിധം സംഭവങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മൾ മോർണിംഗ് ടൈമോ അല്ലെങ്കിൽ ഈവനിങ് ടൈമാണ് ഏറ്റവും നല്ലത്. കാരണം ചൂടിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാനിവിടെ എത്തിയത് മഴക്കാലത്താണ്, അതുകൊണ്ട് എനിക്കധികം ചൂടിൻ്റെ ഒരു പ്രശ്നം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ BM കായൽ. അപ്പോൾ അവിടെ കുറേ മത്സ്യകൃഷികളുടെ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു പുഴയാണോ കായലാണോ എന്നുള്ള ഡൗട്ടും ആളുകൾക്ക് വരാറുണ്ട്. ശരിക്കും ഇത് BM കായലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ BM കായലിൻ്റെ ആ കായൽ മൊത്തമായി ഞങ്ങൾ കാണിച്ചു തരാം. നല്ല വെള്ളമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഒരു പുതുതായിട്ട് കുട്ടികൾക്കും മറ്റും തുടങ്ങാനുള്ള ഒരു പാർക്ക് സിസ്റ്റത്തിൻ്റെയൊക്കെ ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഇത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓണത്തിനും വള്ളംകളി നടക്കാറുണ്ട്. അപ്പോൾ അവിടേക്ക് വരുന്ന പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അവരൊക്കെ ഇരിക്കുന്ന സ്ഥലമാട്ടോ അത്. അപ്പോൾ അത് പറഞ്ഞതോടുകൂടി തന്നെ ഇപ്പോൾ സെപ്റ്റംബർ 6-ാം തീയതി നമ്മുടെ BM കായലിൽ വള്ളംകളി ഉണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസ് പറഞ്ഞോ ചെക്കന്മാരൊക്കെ അത് അടിച്ച് പൊളിച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ. മഴയെയും വെയിലിനെയും വക വയ്ക്കാതെയാണ് അവന്മാർ വഞ്ചി തുഴഞ്ഞു വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് നിങ്ങൾക്ക് പിള്ളേരെ കാണാൻ പറ്റും. കാരണം മാക്സിമം എനിക്ക് തോന്നുന്നു 10-12 ടീംസ് ഉണ്ട്. അപ്പോൾ ഒരു ടീമാണ് ഇപ്പോൾ ഈ പോകുന്നത്. ഒറ്റ ശ്വാസത്തിൽ അവിടെ നിന്ന് വലിച്ചൊരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കേട്ടിട്ടാലും ഞാൻ ദൂരത്തുനിന്ന് അവർ പാടി വന്ന് നമ്മുടെ മുന്നിൽ എത്തിയപ്പോഴത്തേനും സ്റ്റോപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. നമ്മൾ ഈവനിങ് ടൈമിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ പിടിച്ച് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുക. പിന്നെ ഈ വഞ്ചി കണ്ടു, അത് നമ്മുടെ തൂക്കുപാലത്തിൻ്റെ താഴത്തെ കൂടെ പോകുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം നോക്കിക്കൊണ്ട് നിന്നു. കാരണം പിള്ളേരെല്ലാവരും എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ്. അതുകൂടാതെ നമ്മുടെ BMത്തിൻ്റെ തൊട്ടവിടെ നമ്മൾ നടക്കുകയാണെങ്കിൽ അവിടെ ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഞാൻ പറഞ്ഞില്ല, ഈ ചായക്കടയുടെ വൈബ് ഓണാവണമെങ്കിൽ നമ്മളൊരു വൈകുന്നേരം 7-8 മണിയാവണം. അപ്പോൾ തന്നെ ഫാമിലി ആയാലോ കപ്പിൾസ് ആയാലോ അല്ലെങ്കിൽ ചങ്സ് ഫ്രണ്ട്സുകളായാലോ എല്ലാവരും വന്ന് ഇവിടുന്ന് ഓരോ ഗ്ലാസ് ചായയും പിന്നെ നമ്മുടെ കായലിനെ നോക്കി ഒരു ഇരുത്തും പിന്നെ കുറേ ചർച്ചകളും അടിപൊളി വൈബാണ് ഇവിടെ. ഒരു ചെറിയൊരു സ്ഥലമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര വലിയൊരു ഏരിയ ഒന്നുമില്ല. ചെറിയൊരു സ്ഥലത്ത് അവരുടെ പരിമിതികൾക്കനുസരിച്ചുള്ള ഒരു അടിപൊളി നമുക്ക് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ BM കായലിലെ ഹാങ്ങിങ് ബ്രിഡ്ജ് തൂക്കുപാലത്തിലേക്കൊന്ന് പ്രവേശിക്കാം. അപ്പോൾ തൂക്കുപാലത്തിന് എൻട്രി ഇങ്ങനെ കേട്ടോ. കയറിയ ഉടനെ തന്നെ നല്ലൊരു തൂക്കുപാലാണ്. ഇത് അതുകൂടെ താഴത്തൂടെ പിള്ളേർ പോകുന്നുണ്ട്. നമ്മൾ ആദ്യം കണ്ട കുട്ടികളാണ് കേട്ടോ. അവർ പോവുകയാണ്, തുഴഞ്ഞു പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം, അവരവിടെ പോകും, തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൂക്കുപാലം. തൂക്കുപാലം നല്ല അടിപൊളിയായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിൻ്റെ പരിസരത്ത് നിങ്ങൾക്ക് ഒരു പേപ്പറോ പ്ലാസ്റ്റിക്കോ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇവർ. ഇതാണ് നമ്മുടെ തൂക്കുപാലം. ഇവിടുത്തെ ഏറ്റവും ആകർഷണവും ഈ തൂക്കുപാലം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തൂക്കുപാലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വ്യൂ അത് വേറൊരു സ്റ്റൈൽ, വേറൊരു രീതിയായിരിക്കും. കാരണം ഇവിടുന്ന് ഒരു ക്യാമറ വല്ലതും എടുത്ത് നോക്കുമ്പോൾ ഈ വള്ളംകളി മത്സരത്തിൽ നമുക്ക് തൂക്കുപാലത്തിന് മുകളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ആ ടൈമിൽ പോലീസും സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്. അവർ ഇത്രയും അധികം ആളുകൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ പ്രശ്നമല്ലേ. എന്നാലും ആളുകളെല്ലാവരും അവിടെ തന്നെ കയറി നിൽക്കാറുള്ളത്. ഇതപ്പോൾ നമ്മുടെ പോയ ഗ്യാങ്ങിൽ അവന്മാർ തിരിച്ചു വരികയാണ്. നല്ല പ്രാക്ടീസിലാട്ടോ പിള്ളേർ. രാവിലെ വൈകുന്നേരം ഉച്ച അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അവരുടെ ഒരു ചെറിയൊരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് വിശ്വാസം. അപ്പോൾ അവരിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അകന്ന് പോകുന്നവരെ നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ നല്ലൊരു രസമാണ്. കാരണം ഒരു പൊട്ട് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത്ര വിശാലമായ വെള്ളത്തിലൂടെ. നമ്മളിതാ ഒന്നും കൂടി ഞാൻ ആ വ്യൂ മൊത്തം എടുക്കുക കേട്ടോ. കാരണം നമ്മൾ എത്ര എടുത്താലും മതി വരില്ല. അപ്പോഴാണ് വേറെ ഗ്യാങ്സ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു 10-12 ടീംസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ 6-ാം തീയതിയാണ്, സെപ്റ്റംബർ 6-ാം തീയതിയാണ് വള്ളംകളി മത്സരം. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. കാരണം കുറേ പേർക്കൊക്കെ ഇതിപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇപ്പോൾ കാണാൻ മിസ്സാവുന്നുണ്ടാവും. കാരണം ഇക്കാലത്തൊക്കെ വള്ളംകളി നമ്മളിപ്പോൾ നെഹ്റു ട്രോഫിയായി. അതേപോലത്തെ ചെറിയ നമ്മുടെ പൊന്നാനിക്കാരുടെ ഒരു സംഭവമാണ് BM കായൽ വള്ളംകളി. അപ്പോൾ അത് 2 വഞ്ചിയായിട്ട് ഒരു പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരുടെ ഇത് കഴിഞ്ഞു തോന്നുന്നു കേട്ടോ. കാരണം രാവിലെ മുതലുള്ള വർക്കിലാണ് അവർ. അപ്പോൾ ഞാൻ പതുക്കെ നമ്മുടെ
തൂക്കുപാലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം സന്ധ്യ ആവുന്ന നേരത്ത് ഇവിടുത്തെ ലൈറ്റ് ഫുൾ ഓണാവും. ലൈറ്റ് ഓണായി കഴിഞ്ഞാൽ വേറൊരു വൈബാണ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട ആളുകളെ പോലെയല്ല, ആളുകളുടെ എണ്ണം കൂടിയിട്ടോ. ആളുകൾ കുറേ ആയി, കാറിലും ബൈക്കിലും. പിന്നെ ഒന്ന് പറയുമ്പോൾ പാർക്കിംഗ് സംവിധാനം ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പാർക്കിംഗ് നല്ല രീതിയിലുണ്ട്, അത് നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും. നല്ല പാർക്കിംഗ് രീതിയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പതുക്കെ ജസ്റ്റ് നടന്നു. ചായ കുടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തന്നെ വേണ്ട, ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ച് വന്നതായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ മഴ വന്നു. ചെറിയായി മഴ ഒന്ന് കനത്തു കേട്ടോ. ചെറുമഴയായിരുന്നില്ല, ഒന്ന് കനത്തൊരു മഴയായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഈ തൂക്കുപാലത്തിന് പ്രത്യേക ഭംഗിയായിരുന്നു. കാരണം വെള്ളം പെയ്യുന്ന ആ ടൈമിലുണ്ടല്ലോ, സൂപ്പർ. അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം തന്നെ ഞാൻ കുറച്ചുകൂടി തിരിഞ്ഞപ്പോൾ നമ്മുടെ പിള്ളേരും മഴയത്തും വൈബ്. അവർ പതുക്കെ 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 തോണി ഇങ്ങനെ തുഴഞ്ഞു നടന്നു പോവുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ വെയിറ്റ് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രിയാകുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ഫുൾ ഓണാവും. കൂടാതെ തന്നെ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ മുകളിലും ലൈറ്റ് ഡെക്കറേഷൻ ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ എയിം. കാരണം അതും കൂടി വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നന്നാവും എന്നൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാത്തു നിന്നു. ലൈറ്റ് ഓണായി. പക്ഷേ സങ്കടം എന്ന് പറഞ്ഞാൽ തൂക്കുപാലത്തിലെ ലൈറ്റ് മാത്രം ഓണായില്ല, ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ലൈറ്റ്സും ഓണായിരുന്നു. പക്ഷേ ഇതിന് ഞങ്ങൾ സന്തോഷവാരാട്ടോ. കാരണം നല്ല രസമാണ് ആ മഴയുടെ കാർമേഘം, നൈറ്റ് ടൈം, അതായത് ഈവനിങ് ടൈം ഇവിടെ ഇരിക്കുക. അത് ഇതിന് തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും കൂടി സുഖം. എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കുക അവിടെ പോയിട്ട്. കാരണം ഒരു ചാർജ് ഇല്ല, ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. ഇതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. ഞങ്ങൾ അടുത്തായിട്ട് പോലും ഞാനും അധികം വരാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും നന്നാക്കി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.